ഹായ്, നിങ്ങളെ ആ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? വിഷമം, സങ്കടം, ദേഷ്യം, കുറ്റബോധം, നിരാശ, അതോ മറ്റെന്തെങ്കിലും ആണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകുന്നുണ്ടോ? നോക്കൂ, ഒരു പക്ഷേ സ്നേഹിച്ചവരോ വിശ്വസിച്ചവരോ ആയിരിക്കാം നമ്മളെ മനോഹരമായി വേദനിപ്പിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടാവാം. അവരിപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴും വേദനിക്കുന്നത് ആരാണ്? നമ്മളാണ്, നമ്മൾ മാത്രമാണ്. ഈ സമയത്ത് നമുക്ക് അവരോട് പല രീതിയിലുള്ള മനോഭാവം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവരോട് നന്ദി പറയുക. എന്തിനാണെന്നല്ലേ? നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണമാകണമെങ്കിൽ, പല കാര്യങ്ങളും പൂർണ്ണമാക്കണമെങ്കിൽ, നമ്മൾ കൃത്യസമയത്ത് നല്ല ഡിസിഷൻ എടുക്കണമെങ്കിൽ, നല്ല തീരുമാനങ്ങൾ എടുത്ത് ലക്ഷ്യബോധത്തോടു കൂടി വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ചില വ്യക്തികൾ നമ്മളിങ്ങനെ വേദനിപ്പിക്കണം. ആ വേദനയിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളണം. ഒറ്റയ്ക്കിരുന്ന് ആ പ്രയാസം മറികടന്ന് പിന്നീടുള്ള യാത്ര നിങ്ങൾക്ക് വിജയത്തിലേക്ക് മുന്നേറാൻ തീർച്ചയായിട്ടും സാധിക്കും. ചില ആളുകൾ നമ്മളെ വേദനിപ്പിച്ച ആ ദേഷ്യത്തിൽ നമുക്കും അവരോട് ഒരുപക്ഷെ വേദനയോ വെറുപ്പോ ദേഷ്യമോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. നമ്മളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങളെ വേദനിപ്പിച്ചവരെയും നമ്മുടെ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ റോസാപ്പൂക്കളാക്കി സങ്കല്പിക്കുക. ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ മുള്ളുകളുണ്ട്, വേദനിക്കും. പക്ഷേ ആ മനോഹരമായ പൂന്തോട്ടത്തിൽ റോസാപ്പൂ ഇല്ലാതെ പരിപൂർണമാവുകയില്ല. വേദനിപ്പിച്ചവർക്ക് നന്ദി പറയുക.